ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. ഈ വർഷം മുതൽ റൈഹുവിന് ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. 3ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾക്കാണ് ക്ലാസ് ഉള്ളത്. അതുകൊണ്ട് എന്താ, നമ്മുടെ അന്നമ്മ രക്ഷപ്പെട്ടു. ആൾ 2ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ബസ് കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ സ്ഥിര റൂട്ടൊന്ന് മാറ്റി പിടിച്ചു. തോട് വഴിയാണെന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമുക്ക് എളുപ്പം. പക്ഷേ പാലം കടന്ന് വരേണ്ടതുകൊണ്ട് ഞാൻ അധികം ഇതിലേ വരാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ. തിരിച്ചാണെങ്കിലും അവരെ മുകളിലാണ് ആക്കി കൊടുക്കുന്നത്. റോഡ് വഴിയാണ് കയറി വരുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി റൈഹുവിനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നു. പക്ഷേ പാലം ക്രോസ് ചെയ്ത് വരണ്ട, അവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കക്ഷി അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് പള്ളിയിൽ പോകണം. ഇന്ന് പോകണോ, മഴയല്ലേ എന്നൊക്കെ ചോദിച്ചെൻ്റെ കൂടെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് നമ്മുടെ വീട്. നമ്മുടെ വീടിനൊരു പ്രത്യേകതയുണ്ട്. ദൂരെ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. റബ്ബറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീടിൻ്റെ കുറച്ച് പോർഷൻസ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. രാവിലത്തെ ഓട്ടപ്പാച്ചിലും ബഹളത്തിനും ഇടയിൽ പകുതി വരെ തൂത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത ബുക്കും കാര്യങ്ങളും ഒക്കെ സെറ്റിയിൽ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടെന്ന് എല്ലാം പറക്കി ഒതുക്കലാണ് എൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത്. ഫുഡ് കഴിച്ച പ്ലേറ്റ് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അന്നമ്മയുടെ പരിപാടി കേട്ടോ. ആൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബസ് വന്നു എന്ന് പറഞ്ഞത്. പിന്നെ ഒരു ഓട്ടമായിരുന്നല്ലോ. പിന്നെ അതേ അന്നമ്മ റെഡിയായി പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുപ്പിയും വെള്ളമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാനൊരു 20 രൂപ കയ്യിലെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം മഴ പെയ്യുന്നുണ്ട്, കുടയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പുത്തൻ കുടയാണ് കേട്ടോ നമ്മുടെ അല്ലേനു. പിന്നെ അതേ ഈ ഒരു ബട്ടർ കുക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ 20 രൂപ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും മഴയായിരുന്നു കേട്ടോ. പിന്നെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ബട്ടർ കുക്കിയും കഴിച്ച് കുറച്ച് നേരം മഴയും നോക്കിയിരുന്നേ.